വെൽക്കം ബാക്ക് എന്ന് പറ. ഹായ് വെൽക്കം ബാക്ക്. ഇത് തന്നെയാണ് ലച്ചുവും പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോകുന്നതേ ഉള്ളൂ. അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കണ്ടറിയാം. ഞാൻ ഇന്നുള്ളത് എന്റെ നാട്ടിലാണ്. എന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡിൽ കൂടാണ് ഞാൻ ഈ നടന്നു പോകുന്നത്. എന്റെ നാടെന്ന് പറയുമ്പോൾ ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് ആലുംപീടിക പട്ടശ്ശേരിമുക്ക്. അവിടെ കുറച്ച് വീട്ടമ്മമാര് ചേർന്ന് ഒരു സ്വയം തൊഴിൽ ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏറിയ ഒരു തൊഴിലാണിത്. സ്വയം തൊഴിലെന്നോ സംരംഭം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഓഫീസോ കെട്ടിടങ്ങളോ മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവരുടെ വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന സംഭവമാണിത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? കൊല്ലം ജില്ലയിലും കണ്ണൂരും ഒക്കെ അധികം കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഇതാണ് മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയും. ഓയിസ്റ്ററിന്റെ ടൈപ്പിൽ പെടുന്നതാണിത്. നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ പോകുമ്പം ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിഷായിട്ടോ നമ്മുടെ മുന്നിലേക്ക് വളരെ വിലയിൽ എത്തിപ്പെടുന്ന ഒരു സംഭവമാണിത്. ഒരുപാട് സോസസ് ഒക്കെ മിക്സ് ചെയ്താണ് നമ്മളിത് കഴിക്കുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഇതിന്. ശ്വാസം മുട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ മുരിങ്ങയിറച്ചി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വിഴുങ്ങുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. ഈ മീൻ വിഴുങ്ങൽ കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതേപോലെ തന്നെ. കക്കായൊക്കെ പോലെ തന്നെ ഉള്ള ഒരു സംഭവമാണിത്. പക്ഷെ അത്ര സുലഭമായിട്ട് എല്ലാ ഇടങ്ങളിലും നമുക്കിത് കിട്ടത്തില്ല. തോട് പൊളിച്ചു കഴിയുമ്പോൾ ഇതാണ് ഇതിനുള്ളിലെ ഇറച്ചി. പല സൈസിലും ഷേപ്പിലും വലുപ്പത്തിലും ഒക്കെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ചെറിയ രീതിയിൽ സ്ത്രീകളായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരത്തേക്കൊന്നും ഇവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവരിത് കൊണ്ടു കൊടുക്കുന്നതാണ്. കേരളത്തിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും എത്ര കിലോ വേണമെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും 2 ദിവസം മുന്നേ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരതിവിടെ കളക്ട് ചെയ്ത് വെച്ചിരിക്കും. നിങ്ങൾക്ക് വന്ന് കൊണ്ടുപോകാവുന്നതാണ്. റേറ്റോ വളരെ തുച്ഛമാണ്. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇത് ഓട്ടിയായിട്ട് കൊടുക്കുവാണെങ്കിൽ 1 കിലോയ്ക്ക് 125 രൂപ വെച്ച് കൊടുക്കും. അതല്ലെന്ന് കണ്ടാൽ നമ്മൾ പൊട്ടിച്ച് ഇറച്ചി കൊടുക്കുവാണെങ്കിൽ 200 രൂപ വെച്ച് കൊടുക്കും 1 കിലോയ്ക്ക്. നമുക്ക് പുറത്തോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യണ്ടോ? ഇപ്പൊ ഗുരുവായൂരുള്ളവർ വന്ന് സാധനം നമ്മുടെ കയ്യിൽ നിന്ന് ചാക്കിനകത്ത് തോടോട് കൂടിയും കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാതെ ഇറച്ചി കൊണ്ടുപോയിട്ടുണ്ട്. അവര് നമുക്ക് ഓർഡർ തരാമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ബജ്ജി ഉണ്ടാക്കാം, നമുക്ക് ഇറച്ചിക്കറി വെക്കുന്നോട്ട് വെക്കാം, പിന്നെ ഫ്രൈ ചെയ്യാം. അങ്ങനെ 3-4 ഐറ്റംസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിന് അച്ചാറിട സൂപ്പർ സാധനമാണ്. അച്ചാറെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള അച്ചാറേ ഉള്ളൂ. ഞാൻ അച്ചാറിട്ടവളാണ്. അച്ചാറിട്ട് കൊടുക്കണേ നമ്മൾ അച്ചാറിട്ട് കൊടുക്കും. അതല്ല നമുക്കിത് ഫ്രൈ ചെയ്ത് നമുക്ക് ഇതല്ല കൊടുക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കും. ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്റെ ശാന്തസുന്ദരമായ കായലും കടലും ചേരുന്ന കായംകുളം കായൽ ഒഴുകുന്ന നാട്ടിൽ ഇങ്ങനെയും ചിലതുണ്ടെന്ന് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസും അവർ തന്നെ പറഞ്ഞു തന്നു. റെസിപ്പീസ് വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. മുരിങ്ങ ഇറച്ചിയുടെ മറ്റു ഗുണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.